ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് റവ കൊണ്ട് വളരെ ഈസി ആയിട്ട് അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പി നോക്കാം. എല്ലാവരും ഇതുപോലെ ട്രൈ ആക്കി നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാത്രത്തിലേക്ക് നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നെയ്യിൻ്റെ പകരം വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ നെയ്യിലാകുമ്പോൾ മാത്രമേ ഈ ഒരു ഉപ്പുമാവിന് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുക. ഇല്ലെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു നെയ്യ് നല്ലോണം ചൂടായി വന്നാൽ അതിലേക്ക് അതിനെ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനായിട്ട് വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ വലിയുള്ളി ഒരു ചെറിയ വലിയുള്ളിയാണ്, അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ വേറെ വല്ല വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഗ്രീൻ പീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വേവിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണമെങ്കിൽ. അപ്പോൾ അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് അങ്ങ് ഓവർ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ ഇതാ ഒരു മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിതാ ഇത്രയും തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് തേങ്ങ മാത്രം മതിയാകും. നിങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങ കുറച്ചും കൂടി കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങ മസ്റ്റാണ്. തേങ്ങ കൂടി ഉണ്ടാകുമ്പോൾ ഈ ഒരു ഉപ്പുമാവിന് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു തേങ്ങയും കൂടി ഇട്ടതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. റവയുടെ കണക്ക് ഇപ്പോൾ ഒരു കപ്പ് റവയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് അളവിൽ വെള്ളം എടുക്കുക കേട്ടോ. നമ്മൾ എത്ര കപ്പാണ് റവ എടുക്കുന്നത് അതേ സെയിം കപ്പിൽ തന്നെ അത്രയും വെള്ളം എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കപ്പാണ് എടുത്തിട്ടുള്ളത്. ചെറിയ കപ്പിൽ റവ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കപ്പിൽ തന്നെ ഞാൻ സെയിം അളവിൽ തന്നെ വെള്ളവും ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം തിളപ്പിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചെടുക്കാനായിട്ട്. ഒരു കപ്പ് റവക്ക് ഒരു കപ്പ് വെള്ളം അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളം തിളപ്പിച്ചെടുക്കുന്ന ആ ഒരു സമയം ആ ഒരു വെള്ളത്തിലേക്ക് ഇതിലേക്കുള്ള ഉപ്പും കൂടി ആ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ റവ വറുത്തെടുക്കുന്ന ഈ ഒരു സമയം നമ്മൾ മറ്റൊരു അടുപ്പിൽ ഇതിലേക്കുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു റവ നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് കൈവിടാതെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ റവക്ക് ഏകദേശം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ തിളപ്പിച്ചെടുത്ത ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലോ അല്ലെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് വെക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കരുത്. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ച പാടനെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് അവിടെ ഇവിടെ ആയിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു റവ ഈ ഒരു വെള്ളത്തിൽ തന്നെ നല്ലോണം ഒന്ന് വെന്ത് വരും. ഇങ്ങനെ വെന്ത് വരുന്ന ഒരു സമയം നമുക്ക് ഇതുപോലെ ഇപ്പോൾ ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഉപ്പുമാവ് നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി തുറന്നതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ഈ ഒരു കട്ടകളൊക്കെ നമുക്ക് അടച്ചു വെക്കുമ്പോൾ ഇതുപോലെ ഒന്നുകൂടി ഒന്ന് കട്ടായി നിൽക്കും. അപ്പോൾ ആ കട്ടകളൊക്കെ ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കട്ടെ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഒരു തരിതരിയായിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുക. നമ്മൾ ഇപ്പോൾ ഇതുപോലെ ഒരു കുറച്ച് ടൈം ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ നമുക്ക് സാധാരണ ഒരു ഉപ്പുമാവിൻ്റെ ഒരു പരുവത്തിലായിട്ട് കിട്ടും.
അപ്പോൾ ഇതാ ഈ ഒരു ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഒന്നിങ്ങനെ കൈവിടാതെ നിലക്കി കൊടുത്ത് ഈ ഒരു കട്ടകളൊക്കെ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഇറക്കി വെക്കാം. ഞാൻ നേരത്തെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു ഉപ്പുമാവിൻ്റെ ചൂട് കൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും കൂടിയും പറ്റിയൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. മാത്രമല്ല നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടിയും കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്